ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തായാലും ഞാൻ ലൈവിൽ വന്നാലും ഞാൻ ഉച്ചയ്ക്ക് ലൈവിൽ വന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വൈകിട്ട് ഒരു 6 മണിയായപ്പോൾ ലൈവിൽ വന്നേ. അപ്പോൾ ഈ ടൈമിലൊന്നും ലൈവിൽ വരുമ്പോൾ ഒരു മനുഷ്യരെയും കാണാനില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ വൈകിട്ട് ഒരു 9 to 11 ആണ് ഞാൻ ലൈവ് വീഡിയോ ചെയ്യാറ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അന്നേരത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വെയിറ്റ് ചെയ്യണത്. ഒന്നാമത് ഈ വൈകിട്ട് ടൈമിലും അത് ഉച്ച നേരത്തൊന്നും ഞാൻ ലൈവിൽ അങ്ങനെയൊന്നും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ മലപ്പുറത്ത് എത്തിയപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ നല്ല ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടൈമിലൊക്കെ ലൈവിൽ വരണം കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ടാണ് ലൈവൊന്നും ചെയ്യാത്തതെന്ന് അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ലൈവിൽ വരണമൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ വരുന്ന ടൈമിൽ ഞാൻ ലൈവിൽ ഉണ്ടാവാറില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മലപ്പുറത്ത് വന്നിട്ട് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ലൈവിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ വന്നിട്ട്. പിന്നെ ഷോർട്സ് ഞാൻ ചെയ്യാറുണ്ട്. ഇന്നലൊക്കെ കുറേ ടൈം കിട്ടും. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആകുമ്പോൾ ഓഫീസിലാകുമ്പോൾ നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവും, അതും ഇതൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈവിൽ ഞാൻ വരാറുണ്ട്. 9 to 11 ഞാൻ വരാറുണ്ട്. ഡേ ടൈമിൽ നമുക്ക് അങ്ങനെ ലൈവ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഡ്യൂട്ടിയിലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ വിശേഷങ്ങളും മലപ്പുറത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു 9 to 11 മണി എന്നുള്ള ടൈമിൽ ആ ടൈമിൽ വരുന്ന ആൾക്കാരെ കാണാതെ എന്തോരം മിസ്സിങ് കിട്ടോ. കാരണം വെച്ചാൽ ഞാൻ ആ ടൈമിൽ വരുമ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യണത്. ഞാൻ ആ നേരത്ത് നിങ്ങളെ പറ്റിച്ചിട്ട് വരാത്തൊന്നുമല്ല. എനിക്ക് വീട്ടിലാവുമ്പോൾ ഒന്നാമത് ഇപ്പോൾ നല്ല ചൂടായ കാരണം വൈകിട്ടൊക്കെ ഇട ദിവസങ്ങളൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നത് കൂടാതെ തന്നെ കറണ്ട് പോകും. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ഇൻവെർട്ടറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ലൈവിൽ വരാനും അന്നേരത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ടൈമിലൊന്നും ലൈവിൽ വരാത്തത് കേട്ടോ. പിന്നെ ഞാൻ വൈകിട്ടൊക്കെ ഞാൻ വിചാരിക്കും പോസ്റ്റ് ചെയ്താലോ 11 മണിക്ക് 9 മണിക്ക് ഞാൻ ലൈവിൽ വരാമെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ആ നേരത്തെ വീഡിയോ ലൈവിൽ വരാനോ ഒന്നും സാധിക്കണമെന്നില്ലല്ലോ. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കറണ്ട് പോകണ കാരണം ഇന്നിപ്പോൾ പകൽ തന്നെ കുറേ നേരം കറണ്ട് പോയിട്ടോ. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ചെയ്തത് നമ്മൾ അടുക്കളയുടെ ഭാഗത്ത് നിന്നിട്ടാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഒരു നെറ്റിട്ട ജനലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ പൊതുവെ ഞാൻ ലൈവൊക്കെ ചെയ്യാറ്. ലൈവ് ചെയ്യുന്നതും ഷോർട്സ് ചെയ്യുന്നതൊക്കെ അവിടെ ആകുമ്പോൾ അത്യാവശ്യം വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഉമ്മറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ റോഡാണ്. അപ്പോൾ റോഡായതുകൊണ്ട് നമുക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. എന്താ പിന്നെ പ്രാന്താന്ന് വിചാരിക്കില്ലേ. പിന്നെ ഒന്നാമത് ഞങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഉമ്മറത്തൊന്നും ചെയ്യാത്തത്. ഈ അടുക്കളയുടെ ഭാഗത്ത് നിന്നിട്ടോ. ചിലർക്ക് എന്തെങ്കിലും നെറ്റിട്ട് ഈ അടുക്കളയുടെ ഭാഗത്ത് തന്നെയുള്ളൂ എപ്പോൾ നോക്കിയാലും വീഡിയോ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ വീഡിയോ ചെയ്യണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചുള്ളത് ആ ഭാഗത്താണ്. പിന്നെ നമ്മൾ പരിസരം നോക്കണമല്ലോ. പരിസരം മറന്നൊന്നും നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തേക്ക് ഷോർട്സ് ചെയ്യുന്നത്. ഇനി നോക്കട്ടെ, മഴയും കാര്യങ്ങളോ ഇടിയോ ലൈറ്റ് കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലൈവിൽ അന്നേരത്ത് വരാൻ പറ്റും നോക്കട്ടെ. 9 to 11 ഒന്നാമത് അവിടെ നമുക്ക് എങ്ങനെ വെച്ചാൽ 8:30 ഫുഡ് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നേരം വരെ ഫ്രീ ആണ്. ഇവിടെ അങ്ങനല്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 9 മണി 9:30 എല്ലാവരും കിടന്നുറങ്ങും. പിന്നെ കൊച്ചിന് ഫുഡ് കൊടുക്കുക, അത് ഇത് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ കിടക്കാനായി. അപ്പോൾ പിന്നെ ലൈവിലൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്നാമത് ഈ നൈറ്റ് ആയാലും എല്ലാവരും കൂടി സംസാരിക്കണം നേരം. അപ്പോൾ ഞാനായി ലീവിൽ വന്നുകൊണ്ട് ഞാനുണ്ട്, അനിയത്തി, ചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വർത്താനം പറയുമ്പോൾ നമ്മളൊരാൾ ഈ ലൈവിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുകയും ചെയ്യും. പിന്നെ നമുക്ക് കുറേ വീട്ടിലെല്ലാവരും വരുമ്പോൾ നമ്മൾ ഒത്തിരി നേരം സംസാരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേ ടൈമിൽ ഞാൻ ലൈവിൽ വന്നത് കേട്ടോ. ഇന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ലൈവിൽ ഞാൻ വരും. പിന്നെ നമ്മൾ ലൈവ് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ, ഇടയ്ക്കൊന്ന് ഫോൺ യൂട്യൂബൊക്കെ നോക്കുക നമ്മൾ ലൈവൊക്കെ ഓടുന്നുണ്ടോ നോക്കട്ടോ. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഇപ്പോൾ ലൈവ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒരു കറക്റ്റ് സമയവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ വന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെ വിശേഷം, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണോ. ഞാനിനിയിപ്പോൾ ഒരു 10 ദിവസം കൂടി ഞാൻ നാട്ടിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുള്ളൂ. പിന്നെ ഇപ്പോൾ മലപ്പുറത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ അങ്ങ് അത്യാവശ്യം നല്ല ചൂടാട്ടോ. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ ഇത്രയും ചൂടില്ലാന്ന് തോന്നുന്നു. കാരണം നമ്മളവിടെ ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ രാവിലെ 8 to 8 ആണ് നമ്മൾ ഡ്യൂട്ടി ടൈം. അപ്പോൾ ആ ടൈമിലായി കഴിഞ്ഞാലും അവിടെ സിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് ചൂട് അത്രയും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാനിവിടെ അങ്ങ് പോയി കഴിഞ്ഞാൽ പാടത്തെ വല്ല പണിയും കഴിഞ്ഞിട്ടാണ് വരുന്നുള്ള ചോദിക്കണ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയ്ക്കും ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ കൊതുക് ശല്യം, അത് ഒരു രക്ഷയില്ല കൊതുകിൻ്റെ ശല്യം. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞേ നമ്മുടെ ആണ്ടായപ്പോൾ ഞങ്ങൾ രാവിലെ 4 മണിക്ക് എണീറ്റ് പോയിട്ടോ. അതുകൊണ്ട് ഞാൻ തലേദിവസം ഞാൻ ചെന്നൈയിൽ നിന്ന് വന്ന് നേരെ എറണാകുളം പോയി കൊച്ചിനെ വിളിച്ചു കൊടുന്ന് മലപ്പുറത്ത് വന്ന് പിറ്റേ ദിവസം 4 മണിക്ക് എണീച്ചിട്ട് അവിടെ തിരുനാവായ അമ്പലത്തിൽ പോയി. അങ്ങനെ ഉറക്കം നല്ല
ശരീരം മൊത്തം ക്ഷീണിച്ച് പോയിട്ടോ. പിന്നെ ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് നേരത്തെ അതൊരു 10 മണിയായപ്പോൾ തന്നെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ എണീറ്റ് രാവിലെ 9 മണിക്കാണ്, 8 9 മണിക്ക് ഞാൻ എണീറ്റപ്പോൾ തന്നെ. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഉഷാർ തോന്നുന്നത്. പിന്നെ ചുമയും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടു ചുമയ്ക്ക് കുറഞ്ഞെന്നൊക്കെ ചോദിച്ചിരുന്നു. ചുമയ്ക്ക് അത്യാവശ്യം നന്നായി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും സൗണ്ടിന് ചെറിയൊരു കരകരപ്പുണ്ട്. അത് മാറാൻ കുറച്ച് ടൈം എടുക്കും. അത് പൊതുവേ ചുമ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊതുവേ ഈ വോക്കൽ കൊണ്ട് ചെറിയ പ്രശ്നമുള്ള കാരണമാണെന്ന് അറിയത്തില്ല. ഉച്ചത്തിലൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് സൗണ്ട് പോകും കേട്ടോ. പിന്നെ ഇടയ്ക്കൊരു മഴ പ്രതീക്ഷിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ചൂടാട്ടോ, നമുക്ക് കിടന്നുറങ്ങാനോ ഒന്നും പറ്റത്തില്ല ചൂട് കാരണം. അങ്ങനെ പിന്നെ അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങൾ, പുതിയ ചെറിയ വീഡിയോസും ഷോർട്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല 10K ആയതിൻ്റെ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10K ഓർഡർ ചെയ്ത കേക്കും എല്ലാം കൂടിയിട്ട് നമുക്ക് കട്ടയിലും കുറേ സെലിബ്രേഷനും പിന്നെ കടൽ കാണാൻ പോകണം, അങ്ങനെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനിയത്തി നേരെ എൻ്റെ ചെറിയൊരു അനിയത്തി ഉണ്ട്, അവൾ പഠിക്കുന്നത് പത്തനംതിട്ടയിൽ LLBക്കാണ് പഠിക്കുന്നത്. അപ്പോൾ നാളെ അവൾ എത്തത്തുള്ളൂ. അവൾ എത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവളും കൂടെ ഏതെങ്കിലും വീട്ടിൽ വന്നല്ലേ, അപ്പോൾ ഇനി ഒരാളെ മാത്രം മാറ്റി നിർത്തണമല്ലോ. അപ്പോൾ അവളും കൂടെ വരട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവളും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് കട്ടിനും ചെറിയൊരു സെലിബ്രേഷൻ നടത്തണം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വിശേഷം, പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ചാനൽ കയറി നോക്കുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ മക്കളെ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.